Hi guys, so it's me Bibin and welcome to my channel Tips Vlog. So friends, ഇന്ന് നമ്മൾ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം എക്സാമും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് കുറേ തിരക്കിലായി പോയി. സോ നമ്മളിപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി നമ്മൾ പിന്നെയും വീഡിയോ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തുവാന്ന് അറിയണ്ടേ? പോയേക്കാം. ഗുയ്സ്, നമ്മളിവിടെ മീനെ വളർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മീനിനെ വളർത്തിക്കൊണ്ടുവന്ന ടാങ്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഓസ്കാറിനെ 4 വൈറ്റ് കളർ ഒരു ഇത്തിരി വലിപ്പമുള്ള ഫിഷിനെ കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ മീനിൻ്റെ പേര് ഞാൻ മറന്നു. അപ്പോൾ ആ മീനെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ആ മീനിൻ്റെ പേരെന്തുവാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വളർത്തിക്കൊണ്ട സമയത്ത് നമ്മുടെ കുറേ മീനുകൾ ഡെഡായിപ്പോയി. കാരണം ഇനിയിപ്പോൾ അവർ അറ്റാക്ക് ചെയ്തതാണോ എന്ന് അറിയാൻ വയ്യ, ഇനിയിപ്പോൾ ഈ വെള്ളത്തിൻ്റെ തന്നെ പ്രശ്നമാണോ എന്ന് അറിയാൻ വയ്യ. അപ്പം നമുക്കെല്ലാം ഇപ്പോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓസ്കാറിനെ ആ മീനിനെയൊക്കെ ഈ ടാങ്കിൽ നിന്ന് മാറ്റി നമുക്ക് വേറൊരു ടാങ്ക് സെറ്റാക്കി നമുക്ക് അവർക്ക് കൊടുക്കാം. സോ അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് പുതിയൊരു ടാങ്കും പുതിയൊരു എക്കോസിസ്റ്റം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ കിടക്കുന്നവന്മാരാണ് വിഷയം. ഇന്നത്തൊരു ബ്ലാക്ക് ഓസ്കാറും കിടപ്പുണ്ട്. ഇത് നമ്മൾ ഈ ഏഞ്ചൽ കുറേ നാളായത്. അതിന് ഇപ്പം തന്നെ അതിൻ്റെ ദേഹത്ത് ഫുള്ളും ഇവന്മാർ കടിച്ചതിൻ്റെയൊക്കെ പാടായി. ഇതിൻ്റെ ആ ബാക്കിൽ വന്നിരിക്കുന്ന ഫെതേഴ്സിൻ്റെ ഈ വാലിനൊക്കെ ഭയങ്കര ക്ഷതമായിട്ടുണ്ട്. ഈ കിടക്കുന്ന വെള്ള അവന്മാരും നമ്മളിപ്പോൾ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇവനൊക്കെ ഈ പാവമായിട്ട് കിടക്കുന്നത്. നമുക്കപ്പോൾ ഇവനെയൊക്കെ അങ്ങ് മാറ്റാം, അല്ലെങ്കിൽ ഈ ഏഞ്ചലിനെയും കാർപ്പിനെയും എല്ലാം ഇവന്മാരെ കൊല്ലും. അപ്പോൾ ഗൈസ് നമുക്ക് ഇവന്മാരെ മാറ്റാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു ഫിഷ് ടാങ്ക് ഇവിടെ യൂസ് ആക്കാതെ വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഫിഷ് ടാങ്ക് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴുകി നമുക്ക് ഇതിൽ സെറ്റാക്കാം. ഇത് സെറ്റാക്കിയിട്ട് നമുക്ക് നല്ല മെറ്റലൊക്കെ ഇട്ട് നല്ല പായലൊക്കെ ഇട്ട് അവരെ വീട്ടിനകത്ത് ഹോളിൽ വെക്കാം. അപ്പോൾ ഗൈസ്, ഇനിയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോളിൽ ഓൾറെഡി ഒരു ടാങ്ക് ഇരിപ്പുണ്ട്. അതിപ്പോൾ കുറച്ച് അഴുക്കായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഹോളിലിരിക്കുന്ന ഈ ടാങ്ക് നമുക്ക് എടുത്ത് ഡൈനിങ് ഹാളിൽ വെക്കാം. എന്നിട്ട് ഡൈനിങ് ഹാളിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ സെറ്റാക്കുന്ന ടാങ്ക് നമുക്ക് ഇവിടെ വെക്കാം. ഈ മണ്ടേ ഇരിക്കുന്ന ഈ സ്പീക്കറും സാധനങ്ങളൊക്കെ ആദ്യം എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ ഫിഷ് ടാങ്ക് ഇവിടുന്ന് ഇറക്കി നമുക്ക് ഈ ഫിഷ് ടാങ്ക് ക്ലീനാക്കി ഇതിലെ വെള്ളവും അങ്ങ് മാറ്റാം. ഗൈസ്, നമ്മൾ മീനെ മാറ്റിയപ്പോഴത്തേക്ക് ചെറിയൊരു ട്രാജഡി പറ്റി കാണിച്ചു തരാം. നമ്മൾ ആ ഫിഷ് ടാങ്ക് കിടന്ന ഗോൾഡ് ഫിഷാണ് അത് ഇത്രയും. അപ്പം ഇതിനെല്ലാം നമ്മൾ മാറ്റുന്ന സമയത്ത് കാണാം ഇവൻ ഈ ഷാർക്ക് ഒരു ചാട്ടം ചാടി. ഇവൻ ചാടിയത് നേരെ വന്ന് കൊണ്ടത് മറ്റേ ഫിഷ് ടാങ്കിൻ്റെ സൈഡിലാണ്. അപ്പോഴത്തേക്ക് ആ ഫിഷ് ടാങ്കിൻ്റെ സൈഡിൽ കൊണ്ടപ്പോഴാന്ന് തോന്നി ഇവൻ്റെ സൈഡിലുള്ള ഒരു ചിറക് കാണുന്നില്ല. അപ്പം അവനിപ്പോൾ ഒരെണ്ണം വെച്ചിട്ടാണ് നീന്തുന്നത്. അതിനി ഫിഷ് ടാങ്കിൽ കിടപ്പുണ്ടോ അതോ നേരത്തെ വല്ലതും പോയതാണോ എന്ന് അറിയാൻ വയ്യ. ഇവൻ അല്ലെങ്കിലും ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ചാട്ടമൊക്കെയാണ്, ഫിഷ് ടാങ്കിൽ പോയി ഇടിയൊക്കെയാണ്. നമ്മളിപ്പം ഇവന് മാത്രമായിട്ടല്ല ആൻറ്റിസെപ്റ്റിക്കിൻ്റെ മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം സംഭവിക്കുകയാണെങ്കിൽ ആ മരുന്ന് എന്തായാലും നല്ലതായിരിക്കും. ഇപ്പം ആക്റ്റീവായിട്ട് കിടക്കുന്നു, കുഴപ്പമില്ല. നമുക്ക് ഫിഷ് ടാങ്കിലോട്ട് മാറ്റുന്ന സമയത്ത് നോക്കാം. ഗൈസ്, അപ്പം നമ്മളിത് പകുതി മുക്കാലും വെള്ളം നമ്മളതിനകത്ത് മാറ്റി. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസും ഇതിനകത്ത് കിടക്കുന്ന ഈ സ്റ്റോൺസ് എല്ലാം നമ്മളെടുത്ത് മാറ്റണം. നമ്മളിപ്പോൾ അതിനുള്ള ഫുൾ വെള്ളവും കളഞ്ഞിട്ട് ആ സ്റ്റോൺസും മാറ്റി നമ്മൾ ആ പാട് മൊത്തം മായ്ച്ചിട്ടുണ്ട്. ഈ വെള്ളം പറ്റിയിട്ട് വരുന്ന പാടാട്ടോ അത്. അപ്പോൾ അതും മാറ്റി നമ്മൾ സ്റ്റോണും മാറ്റി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ പുതിയ വെള്ളം എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ സ്റ്റോണെല്ലാം വാഷ് ചെയ്തിട്ട് സ്റ്റോണും കൊണ്ടിട്ട് നമുക്ക് കുറച്ച് അക്വേറിയം പ്ലാന്റും കൂടെ സെറ്റാക്കണം. ഗൈസ്, ഇതാട്ടോ നമ്മുടെ സ്റ്റോൺസ്. ഇത് ക്രിസ്റ്റൽസും നമ്മൾ എടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് സ്റ്റോൺ ആട്ടോ എടുത്തേക്കുന്നത്. കാരണം ഈ ബ്ലാക്ക് സ്റ്റോൺ ഇട്ടിട്ട് ആ വൈറ്റ് ലൈറ്റ് കൊണ്ട് ഇടുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും കാണാനായിട്ട്.
അപ്പോൾ നമുക്ക് ഈ ക്രിസ്റ്റൽസും ഈ ബ്ലാക്ക് സ്റ്റോണും നല്ലപോലെ വാഷ് ചെയ്തെടുത്തിടാം. കാരണം ഈ ബ്ലാക്ക് സ്റ്റോണൊക്കെ യൂസ് ആക്കിയിട്ട് നമ്മൾ കുറേ നാളായി. അപ്പോൾ ഇത് യൂസ് ആക്കാതെ വെച്ചിരുന്ന സാധനത്തിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ സാധനങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്യാം. ഗൈസ്, നമ്മളപ്പോൾ വാഷ് ചെയ്ത് വെച്ചിരുന്ന സ്റ്റോൺസും ക്രിസ്റ്റൽസും എല്ലാം ഇട്ടിട്ട് നമ്മൾ ടാങ്ക് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുമ്പിരുന്ന് ടാങ്കിനെയും കാട്ടി ഇപ്പം നല്ല അടിപൊളിയായിട്ട് കാണാനും കൊള്ളാം, എല്ലാം കൊള്ളാം. ഇനി ആ മോട്ടറും അക്വേറിയം പ്ലാന്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൻ്റെ പണിയെല്ലാം നമ്മുടെ തീരും. ഗൈസ്, ഇതാണ് നമ്മൾ യൂസ് ആക്കുന്ന മോട്ടർ കേട്ടോ. ഇതിനകത്ത് സ്പോഞ്ചും ക്രിസ്റ്റൽസും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ മെയിൻ മോട്ടർ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ അത് യൂസ് ആക്കാൻ പോകുന്ന ഓക്സിജൻ്റെ മോട്ടർ. പിന്നെ നമ്മളിപ്പം അക്വേറിയത്തിൽ നിന്ന് 3 പ്ലാന്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാന്റ് കാണിച്ചു തരാം. ഇതും ഈ 2 പ്ലാന്റുമാണ് നമ്മൾ അക്വേറിയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫിക്സ് ചെയ്യണം. ഗൈസ്, ഈ മോട്ടർ നമ്മൾ കുറേ നാളായിട്ട് യൂസ് ആക്കാതെ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പം നമുക്കിത് ഇറക്കി വെച്ചിട്ട് നമുക്കിത് നോക്കാം. ചിലപ്പോൾ ആദ്യമേ ഒരു സ്റ്റാർട്ടിങ് സംഭവം കാണും, പിന്നെ വർക്കാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമുക്കെന്തുമായാലും ഇത് ഫിക്സ് ആക്കിയിട്ട് നോക്കാം. ഗൈസ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മോട്ടറിനൊരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കുഴപ്പമില്ല, ഇപ്പം നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ അക്വേറിയം പ്ലാന്റും കൂടി അതിനകത്ത് ഫിക്സ് ചെയ്യണം. നമുക്കിതെല്ലാം ഓരോ സൈഡിലായിട്ട് ഇത് നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് ഈ ലാസ്റ്റ് ചെടിയും കൂടെ വയ്ക്കാം ഗൈസ്. ഇനി ഇത്രയും വെച്ചിട്ട് നമുക്ക് ഈ മോട്ടറും ഇട്ട് നോക്കണം. ഇനി ഈ മോട്ടറിൻ്റെ ഈ ഫോഴ്സ് കാരണം ഇത് നിലത്തോട് വീഴുമോ എന്നും കൂടെ നമുക്ക് നോക്കണം, ഇങ്ങനെ ഇത് തന്നെ ഇരിക്കുമെന്ന്. അപ്പം മോട്ടർ ഇട്ടാൽ ഗൈസ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ഫോഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പുറത്ത് കിടക്കുന്ന വയറിലൂടെ നമുക്ക് ഈ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പം നമുക്ക് മണ്ടത്തെ ഫ്രിഡ്ജിൽ നിന്ന് മീനെ പിടിച്ച് താഴെ കൊണ്ടുപോകാം. ഓക്കെ ഗൈസ്, ഇതേണ്ട ഈ കിടക്കുന്ന ഓസ്കാറിനെയും ഈ വൈറ്റ് കളറിലെ ഫിഷിനെയാണ് നമുക്ക് ടാങ്കിലേക്ക് കൊണ്ടുവരേണ്ടത് കേട്ടോ. അപ്പോൾ ഈ വൈറ്റ് കളർ ഫിഷിൻ്റെ നെയിം എന്തുവാന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇവന്മാരെ പിടിക്കാം. ഇനി നമുക്ക് താഴെ വെച്ച് കാണാം. ഗൈസ്, നമ്മളപ്പോൾ ഓരോ മീനായിട്ട് പിടിച്ചിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനല്ല, നമ്മുടെ അച്ഛനാണ് പിടിച്ചിടുന്നത്. അച്ഛനാകുമ്പോഴത്തേക്ക് ഇതിനെ നേരെ വലയൊന്നും നമ്മുടെ വല കീറിപ്പോയോണ്ട് വലയില്ലാതെ എനിക്ക് പിടിക്കാനൊരിത്. അപ്പം അച്ഛനായതുകൊണ്ട് അതിനെ നൈസായിട്ട് പിടിച്ച് ഫിഷ് ടാങ്കിലോട്ടിടും. അപ്പം നമ്മളിത് 3 ഇട്ട് ഇനി ആ ഓസ്കാറും കിടപ്പുണ്ട്, ഇതിൻ്റെ ഒരു വൈറ്റും കൂടെ കിടപ്പുണ്ട്. ഇതിൻ്റെ ഇതാണ് പുള്ളി കേട്ടോ. ഹൈഡാ ഗൈസ്, അപ്പം നമ്മളെല്ലാവരെയും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വൈറ്റ് കളർ ഫിഷുണ്ട്. ഈ ഫിഷിൻ്റെ പേരറിയുന്നവരാണ് കമൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഓസ്കാർ ഒരു സൈഡിൽ പോയി കിടപ്പുണ്ട്. അവൻ ഇനി കുറച്ച് നേരത്തേക്ക് ഡിപ്രഷൻ മോഡിലായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ മീനെയും പിടിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാവരും ഡിപ്രഷൻ കഴിഞ്ഞിട്ട് കുറച്ച് സമയം എടുക്കും ടാങ്കോട് സെറ്റ് ആവാൻ. നമ്മൾ ആ ഷാർക്കിനെയും പിടിച്ചിട്ടുണ്ട്. അവൻ ആദ്യമേ ഇങ്ങനെ ഒന്ന് കിടക്കുക. കണ്ട, ഇതാണ് അവനെ നമ്മളൊന്ന് നോക്കിയെല്ലാം ചെയ്യുവാണെങ്കിൽ അവൻ അപ്പോഴേ ഓടും. ഇങ്ങനെ ഓടിയതാണ് നേരത്തെ ചാടിയത്. ഹേടാ, ഇവനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. ഇനി നമുക്കിതിൻ്റെ മണ്ടയിൽ തടപ്പ് വെച്ച് അടയ്ക്കാം ഗൈസ്. ഈ ടാങ്ക് അടയ്ക്കുന്ന ഈ ആർച്ചിന് മണ്ടയിലൊരു അപ്പർ പാർട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ സ്പേസിലോട് കയറാത്തതുകൊണ്ട് നമ്മളത് ഇളക്കി ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തു ഗൈസ്. ഇനി നമ്മുടെ ഒരു ലൈറ്റ് ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ബ്ലൂ അക്വേറിയം ലൈറ്റാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ സെറ്റ് ചെയ്തിട്ട് വൈറ്റ് ലൈറ്റാണോ നല്ലത് അതോ ബ്ലൂ ലൈറ്റാണോ നല്ലതെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ വൈറ്റ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നമുക്ക് ബ്ലൂ ലൈറ്റ് കണക്ട് ചെയ്ത് നോക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ ബ്ലൂ ലൈറ്റ് ഫിക്സ് ചെയ്യുമ്പോഴുള്ള വ്യൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ബ്ലൂവിനെക്കാട്ടി നല്ലത് വൈറ്റ് ലൈറ്റാണ്. കാരണം ബ്ലൂ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബ്ലാക്ക് സ്റ്റോൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മീനെയും ഈ സ്റ്റോണൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല, നല്ല ഇരുണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു. അപ്പോൾ വൈറ്റ് നമുക്ക് പ്രിഫർ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഡിപ്രഷൻ എന്ന രീതി മാറിയിട്ട് ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും പോയി നീന്തി നോക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഫുഡ് ഇട്ട് കൊടുത്തത് ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഓസ്കാർ മാത്രമാണ് ഒരു സൈഡിൽ നിൽക്കുന്നത്.
അവൻ കുറച്ച് സമയം എടുക്കും. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എല്ലാവരും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. അതാകുമ്പോൾ നമ്മുടെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതുമായിരിക്കും. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, സൈനിങ് ഓഫ്.